ഭക്ഷണമായിട്ട് വന്നാണെങ്കിൽ കൂടിയിട്ട് ചോദിച്ചല്ലോ എന്താ സംഭവം എന്ന്. ഇതെന്താ സംഭവം ചോദിച്ചില്ല. ഇതിപ്പോൾ ഇതാ ഈ ടൈൽസ് വിരിക്കണ ആൾക്ക് ഇതാ ഈ അടുത്ത പേരിൽ ഇതേപോലെ കോൺക്രീറ്റ് ഇടാത്ത വീട്ടിൽ ടൈൽസ് ഇട്ടാണ്ട് ഇതാ നേരെ ഇതിമ്മ ടൈൽസ് ഇടാൻ വരിക. ഇത്ര ഏരിയുള്ള ഇത് സിമൻറ്റ് എംസാൻ്റെ എത്രത്തോളം കുറവുണ്ട് നോക്കാം, അത്രയും കുറവുണ്ടാവും. ഇനിയിപ്പോൾ ഇതാ വേറൊരു ഓപ്ഷൻ പറഞ്ഞാൽ ഈ സൈഡിൽ കൂടി ഈർപ്പം കയറില്ല, ഈ സൈഡിൽ കൂടി ഇങ്ങനെ ഈർപ്പം കയറുമല്ലോ. അപ്പോൾ തേക്കുമ്പോൾ അതിൻ്റെ ഉള്ളിലൊരു ചെറിയൊരു ഗ്രൂട്ട് കൊടുത്താൽ ഇതാ ഈർപ്പം മേലെ കയറില്ല. ഇനി ടൈൽസ് ഇടുകയാണെങ്കിൽ വളരെ വൃത്തി. അതിൻ്റെ പെരീത്താർക്ക് തറൻ്റെ പുറത്ത് ഫുള്ള് ടൈൽസ് ഇടുകയാണെങ്കിൽ പിന്നെ കാലാകാലം ഈർപ്പം ഉള്ളിൽ കയറില്ല. ടൈൽസിൻ്റെ അടിയിലേക്ക് ഈ ചെറിയ കുത്ത് വരുമല്ലോ, അങ്ങനത്തെ പ്രശ്നങ്ങളുണ്ടാവില്ല. പിന്നെ ഇവിടെ മെയിൻ ഡോർ വരൽ ഇവിടെയാണ്. ഈ ഭാഗത്താണ് മെയിൻ ഡോർ ഏകദേശം വരൽ. ഡോറിൻ്റെ അടിപ്പടിക്ക് ഒരു കംപ്ലൈൻറ്റ് ഒരു കാലത്തുണ്ടാവില്ല. ഇത് ആലോചിച്ച് നോക്കാം. ചതിർ കയറാനുള്ള അവസരം ഉണ്ടെങ്കിലല്ല. ഇപ്പം നമ്മൾ നല്ല ഇബാദത്ത് ചെയ്തിട്ട് ഇതാ മരിച്ചു പോയാലും എന്താണ് നമ്മളെ ചതിൽ നിന്നാൻ പാടില്ല. ഒരു സൂഫി ആയ ഒരു മനുഷ്യനെ അല്ല ചതിൽ നിന്നാൻ പാടില്ല. അതേപോലെ നമ്മൾ എല്ലാ കാര്യങ്ങളും തെർത്തീബാക്കിയിട്ട് ചെയ്താൽ എന്ത് ചെയ്യാൻ പാടില്ല, ചതിൽ വരാൻ പാടില്ല. പിന്നെയും ചതിൽ വരുന്ന ആൾക്കാരുണ്ടാവും, ചതിൽ വരുന്ന ഇതുണ്ടാവും, നിവർത്തി ഉണ്ടാവും. അത്രയും മോശപ്പെട്ട സാധനങ്ങൾ വെക്കുമ്പോൾ മരം വെക്കുമ്പോഴേ ഉണ്ടാവുള്ളൂ. ഇപ്പോൾ എന്നാലും ഒരു സൈറ്റിൽ എന്ത് ചെയ്താൽ ഒരു ജനൽക്കട്ടിലെ പൊളിച്ച് ആ ജനൽക്കട്ടിൽ ഇപ്പോഴത്തെ കാലത്ത് ഒരു 10-40 കൊല്ലം മുന്നേ വെച്ച ജനലാവും. അത്രയും സൂപ്പർ ആയിരുന്നു. ഒരു കുത്തുപോലും പൊടിയിറങ്ങും. അതാണ് അതെന്താ പറയുക, ഇപ്പോഴത്തെ കാലത്തെ മരം അങ്ങനെയാണ്. പണ്ടെന്ന് പറഞ്ഞാൽ ട്രീറ്റ്മെൻ്റ് ഒക്കെ കഴിഞ്ഞിട്ട് പഴയ കാലത്ത് വലിയപ്പാർ വള്ളത്തിൽ കൊണ്ടുപോയിടുന്നേ അല്ല കാക്ക, വള്ളത്തിൽ കൊണ്ടുപോയിട്ട് കെട്ടി താത്തേന്നേ. ഇപ്പം അങ്ങനെയാണ്. ഇപ്പോൾ ആ പരിപാടി ഒന്നും ചെയ്യാം. ഇപ്പം എന്താ പറയുക, ഈരിനീൻ്റെ മുന്നേ ഇതിമ്മ കയറണം. അത്രയും ധൃതിയാണ് ആൾക്കാർക്ക്. എന്തായാലും ആ മറ്റേ ഇതിന് ഒഴിവിട്ടിട്ട് എന്തിന് നമ്മളെ കോണി കയറാനുള്ള ഭാഗത്ത് ഒഴിവിട്ടിന്. ബാക്കി ഇങ്ങനെ പണി ഇങ്ങനെ തകർത്തി ഇറക്കുന്നുണ്ട്. നോക്കാം ഇൻഷാല്ലാ. അപ്പോൾ ഇതുകൊണ്ടുള്ള ഗുണങ്ങൾ ഇതൊക്കെ കേട്ടാ. അപ്പോൾ നമ്മൾ ഇവിടെ ബാത്റൂം ഫുള്ള് എന്ത് ചെയ്ത് കോൺക്രീറ്റിൻ്റെ ബാത്റൂം ആക്കി, അടി ഫുള്ള് കോൺക്രീറ്റ് ചെയ്ത് അല്ല ഫുള്ള് എടുത്ത് കോൺക്രീറ്റ് ചെയ്ത് ഇനിയിപ്പോൾ അതിൻ്റെ മേലൊരു കോൺക്രീറ്റും കൂടി വരും. അപ്പോൾ എന്താ ഈ ബാത്റൂം സേഫായി. ഈ ബാത്റൂമിൽ നിങ്ങളിതാ ഒരു ഫുള്ള് ഇത് കൊണ്ട് കോൺക്രീറ്റ് ചെയ്തിട്ട് 6 മാസം ഇതിൽ വെള്ളം കെട്ടിയെടുത്തിക്കോളൂ. 6 മാസം ഇതിൽ നിൽക്കും. അതിന് തെളിവുണ്ട്. നമ്മളെ മധുരമംഗലത്ത് സമതാക്കാൻ്റെ വീട്ടിൽ 6 മാസം എന്ത് ചെയ്തിക്കണേ കഴിഞ്ഞിട്ടാണ് അവർ ബാത്റൂമിൻ്റെ പണിയെടുത്തത്. അന്ന് 6 മാസം മുന്നേ അതിൻ്റെ നനച്ച വെള്ളം അതിൽ ഉള്ളിലുണ്ടായിരുന്നെന്നാണ് പറഞ്ഞത്. അപ്പോൾ ആ വെള്ളം അവിടെ ഉണ്ടാവും കേട്ടോ. സ്വിമ്മിംഗ് പൂൾ പോലത്തെ ഇതായി മാറും കോൺക്രീറ്റ് ഇട്ടാൽ തെർക്കീബാക്കിയാൽ. ഓക്കെ, ആ പൈപ്പ് ഇങ്ങോട്ട് പൊന്തിച്ചിട്ടാണ്ട് കോൺക്രീറ്റ് ഇട്ടാൽ വെള്ളം ഉദ്ദുക്കും പോകുന്നത്. ഓക്കെ.